Marquez! Attention! Marquez! Shoulder up! Marquez! By the center! Quick march!
എല്ലാവർക്കും നമസ്കാരം. ഭാരതത്തിൻ്റെ 80ാമത് സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ ഇവിടെ ആരംഭിക്കുകയാണ്. ആഘോഷ പരിപാടികളുടെ ഭാഗമായി നടത്തുന്ന പരേഡ് നേരിൽ കാണുന്നതിനായി എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും കേരള സർക്കാരിൻ്റെ ഹൃദയംഗമായ സ്വാഗതം. നാനാത്വത്തിൽ ഏകത്വം കണ്ടെത്തുന്ന ഭാരതമെന്ന മഹത്തായ രാജ്യത്തിൻ്റെ പിറവിക്കു പിന്നിലെ സകല മഹത്തുക്കളുടെയും ധീര ദേശാഭിമാനികളുടെയും ത്യാഗോജ്വലമായ സ്മരണകളെ അഭിമാനത്തോടെ കൃതജ്ഞതയോടെ നമുക്ക് ഓർത്തുകൊണ്ട് സ്വാതന്ത്ര്യം എന്ന അമൃതവും രാജ്യസ്നേഹമെന്ന വികാരവും ഒന്നായി ചേർത്ത് നമ്മുടെ ഭാരതമെന്ന മഹത്തായ ആശയത്തിനായി നെഞ്ചുറപ്പോടെ ഒത്തൊരുമയോടെ മുന്നോട്ട് നീങ്ങുമെന്ന് പ്രതിജ്ഞയെടുക്കേണ്ട സുദിനം. ബഹുമാന്യരായ ഓരോരുത്തർക്കും കേരള സർക്കാരിൻ്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ. ആഘോഷത്തിൻ്റെ ഭാഗമായി ഇന്ന് നടക്കുന്ന സ്വാതന്ത്ര്യദിന പരേഡിൽ കേരളത്തിലെ വിവിധ സായുധ പോലീസ് ബറ്റാലിയനുകൾ, കേരള വനിതാ ബറ്റാലിയൻ, ഇന്ത്യ റിസർവ് ബറ്റാലിയൻ, റാപ്പിഡ് റെസ്പോൺസ് ആൻഡ് റെസ്ക്യൂ ഫോഴ്സ്, തിരുവനന്തപുരം സിറ്റി പോലീസ്, കേരള ജയിൽ വിഭാഗം, അഗ്നിശമന സേന, ഫോറസ്റ്റ്, എക്സൈസ്, മോട്ടോർ വാഹന വകുപ്പ്, സൈനിക് സ്കൂൾ, NCC, നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയേഴ്സ്, സ്റ്റുഡൻസ് പോലീസ് ഗേൾസ് ആൻഡ് ബോയ്സ്, ഭാരത് സ്കൗട്ട്സ്, ഭാരത് ഗൈഡ്സ്, അശ്വാരൂഢ പോലീസ്, കേരള പോലീസ് ബാൻഡ് വിഭാഗം തുടങ്ങി 27 പ്ലറ്റൂണുകളോടൊപ്പം ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തെ പ്രതിനിധീകരിച്ച് ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് പോലീസിൻ്റെ ഒരു പ്ലറ്റൂണും ഈ പരേഡിൽ പങ്കെടുക്കുന്നു. ഇന്നത്തെ പരേഡിൻ്റെ മാർച്ച് പാസ്റ്റിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ അവറുകൾ അഭിവാദനം സ്വീകരിക്കുന്നു. ഇന്നത്തെ പരേഡ് നയിക്കുന്നത് എറണാകുളം പുത്തൻകുരിശ് സബ് ഡിവിഷൻ അസിസ്റ്റന്റ് സൂപ്രണ്ട് ഓഫ് പോലീസായ ഡോക്ടർ അപർണ O IPS ആണ്. കേരള ആംഡ് പോലീസ് 3ാം ബറ്റാലിയനിലെ അസിസ്റ്റന്റ് കമാൻഡന്റ് ഷിയാസ് S ആണ് പരേഡിൻ്റെ സെക്കൻഡ് ഇൻ കമാൻഡ്. ഇന്ന് ഇവിടെ അരങ്ങേറാൻ പോകുന്ന പരേഡിൽ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിക്കാൻ വേണ്ടി 1ാം നിരയിൽ ആദ്യം നിലയുറപ്പിച്ചിരിക്കുന്ന സായുധ വ്യൂഹം മലബാർ സ്പെഷ്യൽ പോലീസിൻ്റേതാണ്. 1921 രൂപം കൊണ്ടതും കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയ പോലീസ് സേനയുമായ മലബാർ സ്പെഷ്യൽ പോലീസിൻ്റെ പ്ലറ്റൂണിനെ ആംഡ് പോലീസ് ഇൻസ്പെക്ടർ വിശ്വംഭരൻ K നയിക്കുന്നു. പരേഡിൽ രണ്ടാമതായി നിൽക്കുന്ന പ്ലറ്റൂൺ തിരുവനന്തപുരം ആസ്ഥാനമായി 1958 രൂപം കൊണ്ട സ്പെഷ്യൽ ആംഡ് പോലീസാണ്. പഴക്കം കൊണ്ട് കേരളത്തിലെ സായുധ സേന ബറ്റാലിയനുകളിൽ 2ാം സ്ഥാനം അലങ്കരിക്കുന്ന സ്പെഷ്യൽ ആംഡ് പോലീസിൻ്റെ ഈ സായുധ പോലീസ് വ്യൂഹത്തിന് പരേഡിൽ നേതൃത്വം നൽകുന്നത് ആംഡ് പോലീസ് ഇൻസ്പെക്ടർ KV ഗിരീഷ് കുമാർ. കേരളത്തിലെ സായുധ പോലീസ് ബറ്റാലിയനുകളുടെ വിപുലീകരണത്തിൽ രൂപം കൊണ്ടതും കേരള പോലീസിൻ്റെ ശക്തിയും ചൈതന്യവുമായ കേരള ആംഡ് പോലീസിൻ്റെ 5 ബറ്റാലിയനുകളെ പ്രതിനിധീകരിച്ച് 5 സായുധ പോലീസ് വ്യൂഹങ്ങൾ ഈ പരേഡിൽ സന്നിഹിതരാണ്. പരേഡിൻ്റെ 3ാം സ്ഥാനത്ത് നിലയുറപ്പിച്ചിരിക്കുന്നത് തൃശൂർ ആസ്ഥാനമായി 1972 രൂപം കൊണ്ടതും ഇപ്പോൾ തൃപ്പൂണിത്തുറ ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന കേരള ആംഡ് പോലീസ് 1ാം ബറ്റാലിയനാണ്. ഈ പ്ലറ്റൂണിനെ ആംഡ് പോലീസ് ഇൻസ്പെക്ടർ ജ്യോതികുമാർ B നയിക്കും. പാലക്കാട് ആസ്ഥാനമായി 1976 രൂപീകരിച്ച KAP 2ാം ബറ്റാലിയൻ്റെ പ്ലറ്റൂണാണ് ഇന്നത്തെ പരേഡിൽ 4ാമതായി നിൽക്കുന്നത്. ഈ സായുധ വ്യൂഹത്തെ ആംഡ് പോലീസ് ഇൻസ്പെക്ടർ ആനന്ദ് KS നയിക്കുന്നു. അടുത്തതായി ഇന്നത്തെ പരേഡിൽ നിലയുറപ്പിച്ചിരിക്കുന്നത് തിരുവനന്തപുരം ആസ്ഥാനമായി 1977 രൂപം കൊണ്ടതും ഇപ്പോൾ അടൂർ ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന KAP 3ാം ബറ്റാലിയനാണ്. ഈ സായുധ വ്യൂഹത്തെ ആംഡ് പോലീസ് ഇൻസ്പെക്ടർ ജയചന്ദ്രൻ SV നയിക്കും. പരേഡിൽ മുൻനിരയിൽ 6ാം സ്ഥാനത്ത് നിലയുറപ്പിച്ചിരിക്കുന്നത് കണ്ണൂർ ആസ്ഥാനമായ KAP 4ാം ബറ്റാലിയൻ്റെ പ്ലറ്റൂണാണ്. ഈ സായുധ വ്യൂഹത്തെ ആംഡ് പോലീസ് ഇൻസ്പെക്ടറായ അജി VG നയിക്കുന്നു. പരേഡിൻ്റെ മുൻനിരയിൽ 7ാം സ്ഥാനത്ത് നിലയുറപ്പിച്ചിരിക്കുന്നത് ഇടുക്കി കുട്ടിക്കാനം ആസ്ഥാനമായ KAP 5ാം ബറ്റാലിയൻ്റെ ഒരു പ്ലറ്റൂണാണ്. ഈ സായുധ വ്യൂഹത്തെ ആംഡ് പോലീസ് ഇൻസ്പെക്ടറായ സന്തോഷ് ചാർലി നയിക്കും. ഇന്നത്തെ പരേഡിൻ്റെ മുൻനിരയിൽ 8ാം സ്ഥാനത്ത് നിലയുറപ്പിച്ചിരിക്കുന്നത് കേരള ആംഡ് വനിതാ ബറ്റാലിയൻ്റെ പ്ലറ്റൂണാണ്. കേരളത്തിലെ ആദ്യ വനിതാ ബറ്റാലിയൻ്റെ ഈ പ്ലറ്റൂണിനെ വനിതാ ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ അംബിക ശ്രീധരൻ നയിക്കുന്നു. പരേഡിൻ്റെ മുൻനിരയിൽ 9ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇന്ത്യ റിസർവ് ബറ്റാലിയൻ്റെ പ്ലറ്റൂണാണ്. പ്ലറ്റൂണിനെ ആംഡ് പോലീസ് ഇൻസ്പെക്ടർ അജിത് കുമാർ G നയിക്കും. പരേഡിൽ മുൻനിരയിൽ 10ാം സ്ഥാനത്ത് നിൽക്കുന്നത് ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് പോലീസിൻ്റെ പ്ലറ്റൂണാണ്. പ്ലറ്റൂണിനെ ഇൻസ്പെക്ടർ G രഘു നയിക്കുന്നു. പരേഡിൻ്റെ 2ാം നിരയിൽ 1ാമതായി നിൽക്കുന്നത് റാപ്പിഡ് റെസ്പോൺസ് ആൻഡ് റെസ്ക്യൂ ഫോഴ്സിൻ്റെ പ്ലറ്റൂണാണ്. പ്ലറ്റൂണിനെ ആംഡ് പോലീസ് ഇൻസ്പെക്ടർ VR മുരുകേഷ് നയിക്കുന്നു. പരേഡിൻ്റെ 2ാം നിരയിൽ 2ാമതായി നിൽക്കുന്നത് തിരുവനന്തപുരം സിറ്റി പോലീസിൻ്റെ വ്യൂഹമാണ്. തിരുവനന്തപുരം സിറ്റിയിലെ ക്രമസമാധാന പരിപാലനത്തിനും വിശിഷ്ട വ്യക്തികളുടെ സംരക്ഷണത്തിലും നിർണായക ശക്തിയായി നിലകൊള്ളുന്ന സിറ്റി പോലീസിൻ്റെ ഈ വ്യൂഹത്തെ പോലീസ് ഇൻസ്പെക്ടർ B വിനോദ് കുമാർ നയിക്കുന്നു. ഈ പോലീസ് വിഭാഗങ്ങളെ കൂടാതെ കേരള ജയിൽ വിഭാഗവും ഇന്നത്തെ പരേഡിൽ പങ്കെടുക്കുന്നുണ്ട്.
കുറ്റാരോപിതരെ കരുതലോടെ സൂക്ഷിച്ചും കുറ്റവാസനയിൽ നിന്നും മാനസിക പരിവർത്തനം വരാൻ വിധം തടവുകാരെ സംരക്ഷിച്ചും സമൂഹ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിൽ നിതാന്ത ജാഗ്രതയോടെ പ്രവർത്തിക്കുന്ന കേരള പ്രിസൺസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പ്ലറ്റൂണാണ് പരേഡിന്റെ രണ്ടാം നിരയിൽ മൂന്നാമതായി നിൽക്കുന്നത്. ഈ പ്ലറ്റൂണിനെ ജയിൽ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡിപ്പിൻ KS നയിക്കും. Attention! Parade! Shoulder arms! ID per ready, ma'am. ഇന്നത്തെ പരേഡ് കമാൻഡർ അസിസ്റ്റന്റ് സൂപ്രണ്ട് ഓഫ് പോലീസായ ഡോക്ടർ അപർണ OIPS ആണ്. മലപ്പുറം സ്വദേശിനിയായ ഡോക്ടർ അപർണ OIPS പാലക്കാട് മെഡിക്കൽ കോളേജിൽ നിന്നും 2022 MBBS ബിരുദം നേടിയിട്ടുള്ളതും തുടർന്ന് കോവിഡ് മഹാമാരി കാലയളവിൽ ഡോക്ടറായി സംസ്ഥാനത്തെ വിവിധ ആശുപത്രികളിൽ സേവനം അനുഷ്ഠിച്ചിട്ടുള്ളതുമാണ്. 2022 സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ പോലീസ് അക്കാഡമിയിൽ പ്രവേശിച്ച് പരിശീലനം പൂർത്തിയാക്കി ഇന്ത്യൻ പോലീസ് സർവീസിൽ പ്രവേശിച്ചിട്ടുള്ള ഡോക്ടർ അപർണ OIPS കേരളത്തിൽ കാസർഗോഡ് ജില്ലയിൽ അസിസ്റ്റന്റ് സൂപ്രണ്ട് ഓഫ് പോലീസായി ട്രെയിനിങ് പൂർത്തിയാക്കിയ ശേഷം പുനലൂർ സബ് ഡിവിഷൻ അസിസ്റ്റന്റ് സൂപ്രണ്ട് ഓഫ് പോലീസായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. 2025 ഗുജറാത്തിൽ നടന്ന രാഷ്ട്രീയ ഏകതാ പരേഡിനുള്ള കേരള കണ്ടിജന്റിനെ നയിച്ചിട്ടുള്ള ഡോക്ടർ അപർണ OIPSന് നിലവിൽ എറണാകുളം പുത്തൻകുരിശ് സബ് ഡിവിഷൻ അസിസ്റ്റന്റ് സൂപ്രണ്ട് ഓഫ് പോലീസായി പ്രവർത്തിച്ച് വരുന്നു. ഇന്നത്തെ പരേഡിന്റെ സെക്കൻഡ് ഇൻ കമാൻഡ് കേരള ആംഡ് പോലീസ് 3-ാം ബറ്റാലിയൻ അസിസ്റ്റന്റ് കമാൻഡന്റായ ഷിയാസ് S ആണ്. പത്തനംതിട്ട ജില്ലയിലെ പന്തളം സ്വദേശിയായ ഷിയാസ് S 2015 ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടറായി സർവീസിൽ പ്രവേശിക്കുകയും RRRF, കേരള ആംഡ് പോലീസ് ബറ്റാലിയൻ 1, കേരള ആംഡ് പോലീസ് ബറ്റാലിയൻ 3, കേരള ആംഡ് പോലീസ് ബറ്റാലിയൻ 5 എന്നിവിടങ്ങളിൽ പ്രവൃത്തിയെടുത്തിട്ടുണ്ട്. സർവീസിലെ അർപ്പണ മനോഭാവത്തിനും മികച്ച സേവനത്തിനും ബഹുമാനപ്പെട്ട സംസ്ഥാന പോലീസ് മേധാവിയുടെ ബാഡ്ജ് ഓഫ് ഓണർ ബഹുമതിയും കമൻഡേഷൻ ഡിസ്ക് ബഹുമതിയും കരസ്ഥമാക്കിയിട്ടുള്ള ഷിയാസ് S സർവീസിൽ നിരവധി ഗുഡ് സർവീസ് എൻട്രികളും നേടിയിട്ടുണ്ട്. നിലവിൽ കേരള ആംഡ് പോലീസ് 3-ാം ബറ്റാലിയൻ അസിസ്റ്റന്റ് കമാൻഡന്റായി പ്രവർത്തിച്ചു വരുന്നു. ഇന്നത്തെ പരേഡിന്റെ രണ്ടാം നിരയിൽ 4-ാമതായി നിൽക്കുന്നത് കേരള എക്സൈസ് വിഭാഗത്തിലെ പ്ലറ്റൂണാണ്. കൊല്ലവർഷം 1077 നിലവിൽ വന്നതും അബ്കാരി ആക്ടുകളും NTPS ആക്ടുകളും അനുബന്ധ ചട്ടങ്ങളും നടപ്പിലാക്കുന്നതിനു വേണ്ടി അക്ഷീണം പരിശ്രമിക്കുന്ന കേരള എക്സൈസ് വകുപ്പിന്റെ ഈ പ്ലറ്റൂണിനെ എക്സൈസ് ഇൻസ്പെക്ടർ റോബിൻ വാവച്ചൻ നയിക്കുന്നു. പരേഡിൽ രണ്ടാം നിരയിൽ 5-ാമതായി നിൽക്കുന്നത് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു കണ്ടിജന്റാണ്. ജൈവ വൈവിധ്യ സംരക്ഷണത്തിനും ആഗോള താപനത്തിന് മറുപടിയുമായി പ്രവർത്തിക്കുന്ന കേരള വനം വകുപ്പിന്റെ ഈ വ്യൂഹത്തെ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ K. ഹാഷിഫ് നയിക്കുന്നു. പരേഡിൽ രണ്ടാം നിരയിൽ 6-ാമതായി നിൽക്കുന്നത് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിന്റെ ഒരു പ്ലറ്റൂണാണ്. സങ്കീർണവും ഗുരുതരവുമായ അഗ്നിബാധാവേളകളിലും പ്രളയക്കെടുതികൾ, മറ്റ് ദുരന്തങ്ങൾ തുടങ്ങിയ ആപൽഘട്ടങ്ങളിലും സ്വന്തം ജീവൻ പോലും തൃണവൽക്കരിച്ച് അസാമാന്യ ധീരതയോടും അർപ്പണ മനോഭാവത്തോടും കൂടി ജനസേവനത്തിന് സദാ ജാഗരൂകരായി നിൽക്കുന്ന ഈ സേനയുടെ വ്യൂഹത്തെ സ്റ്റേഷൻ ഓഫീസർ അരുൺ മോഹൻ A നയിക്കും. ഇന്നത്തെ പരേഡിൽ രണ്ടാം നിരയിൽ 7-ാമതായി നിൽക്കുന്നത് 1958 സ്ഥാപിതമായ മോട്ടോർ വാഹന വകുപ്പിന്റെ ഒരു കണ്ടിജന്റാണ്. ഈ വകുപ്പ് സുരക്ഷിതവും കൃത്യതയുമാർന്ന വാഹന ഗതാഗതം ഉറപ്പുവരുത്തുന്നതിന് പ്രതിജ്ഞാബദ്ധമായ പ്രവർത്തനം നടത്തിവരുന്നു. ഈ പ്ലറ്റൂണിനെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ബിൽജിത്ത് PB നയിക്കുന്നു. ഇന്നത്തെ പരേഡിൽ രണ്ടാം നിരയിൽ 8-ാമതായി നിൽക്കുന്നത് കേരള സൈനിക് സ്കൂളിന്റെ കണ്ടിജന്റാണ്. ഈ കണ്ടിജന്റിനെ കേഡറ്റ് യദു ഗോവിന്ദ് നയിക്കുന്നു. പരേഡിൽ രണ്ടാം നിരയിൽ 9-ാമതായി നിൽക്കുന്നത് NCC സീനിയർ ഡിവിഷൻ ആർമി ബോയ്സ് വിങ്ങിന്റെ പ്ലറ്റൂണാണ്. പ്ലറ്റൂണിനെ സീനിയർ അണ്ടർ ഓഫീസർ
യദുരാമൻ AR നയിക്കുന്നു. പരേഡിൽ രണ്ടാം നിരയിൽ 10ാമതായി നിൽക്കുന്നത് NCC സീനിയർ ആർമി വിംഗ് പെൺകുട്ടികളാണ്. ഈ സേനാവ്യൂഹത്തെ സീനിയർ അണ്ടർ ഓഫീസർ കുമാരി വൈദേഹി MS നയിക്കുന്നു. ഇന്നത്തെ പരേഡിൻ്റെ 3ാം നിരയിൽ 1ാമതായി നിൽക്കുന്നത് NCC സീനിയർ ഡിവിഷൻ നേവൽ വിങ്ങിൻ്റെ ഒരു പ്ലറ്റൂണാണ്. ഈ പ്ലറ്റൂണിനെ ലീഡിംഗ് കേഡറ്റ് നിവേദ്യ R സുനിൽ നയിക്കുന്നു. പരേഡിൻ്റെ 3ാം നിരയിൽ 2ാമതായി NCC സീനിയർ ഡിവിഷൻ എയർ വിങ്ങിൻ്റെ ഒരു പ്ലറ്റൂണാണ് നിൽക്കുന്നത്. പ്ലറ്റൂണിനെ കേഡറ്റ് വാറണ്ട് ഓഫീസർ വൈഷ്ണവ് AP നയിക്കും. പരേഡിൻ്റെ 3ാം നിരയിൽ 3ാമതായി നിൽക്കുന്നത് നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയേഴ്സിൻ്റെ പ്ലറ്റൂണാണ്. ഈ വ്യൂഹത്തെ നയിക്കുന്നത് പ്ലറ്റൂൺ കമാൻഡർ ജാനകി പ്രശാന്ത്. പരേഡിൻ്റെ 3ാം നിരയിൽ 4ഉം 5ഉം സ്ഥാനങ്ങളിലായി സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ് ബോയ്സിൻ്റെയും സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ് ഗേൾസിൻ്റെയും ഓരോ കണ്ടിജൻറ്റുകൾ നിൽക്കുന്നു. ഈ കണ്ടിജൻറ്റുകളെ യഥാക്രമം മാസ്റ്റർ അഭിനവ് PN, കുമാരി ധനലക്ഷ്മി AS നായർ എന്നിവർ നയിക്കുന്നു. പരേഡിൻ്റെ 3ാം നിരയിൽ 6ഉം 7ഉം സ്ഥാനങ്ങളിലായി ഭാരത് സ്കൗട്ട്സിൻ്റെയും ഭാരത് ഗൈഡ്സിൻ്റെയും ഓരോ പ്ലറ്റൂണുകൾ നിൽക്കുന്നു. ഇവയെ യഥാക്രമം മാസ്റ്റർ അക്ഷയ് A, കുമാരി സമീക്ഷ മഹേഷ് എന്നിവർ നയിക്കും. ഇന്നത്തെ പരേഡിൽ അവസാനമായി നിലയുറപ്പിച്ചിരിക്കുന്നത് തിരുവിതാംകൂർ രാജകീയ സേനയുടെ ഭാഗമായിരുന്നതും ഇപ്പോൾ കേരള പോലീസിൻ്റെ അഭിമാനവും തിരുവനന്തപുരം സിറ്റി പോലീസിൻ്റെ അഭിവാജ്യ ഘടകവുമായ അശ്വാരൂഢ സേനയും കേരള പോലീസിൻ്റെ ബാൻഡ് വിഭാഗവുമാണ്. ഇവയെ യഥാക്രമം മൗണ്ടഡ് പോലീസ് റിസർവ് ഇൻസ്പെക്ടർ അനൂപ് MA, ബാൻഡ് സബ് ഇൻസ്പെക്ടർ ജോസ് തോംസൺ എന്നിവർ നയിക്കും. ഇന്ന് ഇവിടെ അരങ്ങേറാൻ പോകുന്ന സ്വാതന്ത്ര്യദിന പരേഡിന് താളവും മേളവും നൽകുന്നത് കേരളത്തിലെ സായുധ പോലീസ് സേന ബാൻഡ് വിഭാഗങ്ങളാണ്. ഇവയെ യഥാക്രമം തിരുവനന്തപുരം സിറ്റി പോലീസ്, മലബാർ സ്പെഷ്യൽ ആംഡ് പോലീസ്, സ്പെഷ്യൽ ആംഡ് പോലീസ് തിരുവനന്തപുരം, കേരള ആംഡ് പോലീസ് 1ാം ബറ്റാലിയൻ, കേരള ആംഡ് പോലീസ് 2ാം ബറ്റാലിയൻ, കേരള ആംഡ് പോലീസ് 3ാം ബറ്റാലിയൻ, കേരള ആംഡ് പോലീസ് 4ാം ബറ്റാലിയൻ, കേരള ആംഡ് പോലീസ് 5ാം ബറ്റാലിയൻ എന്നിവയാണ്. ഈ വിഭാഗങ്ങളെ നയിക്കുന്നത് ബാൻഡ് സബ് ഇൻസ്പെക്ടർമാരായ ജോസ് തോംസൺ, ശശി MK, അഗസ്റ്റിൻ, സുബേഷ് PV, ബൈജു V, ഷിബു V, ബൈജു S എന്നിവരാണ്. കൃത്യം 9 മണിക്ക് തന്നെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ അവറുകൾ പരേഡ് ഗ്രൗണ്ടിൽ എത്തിച്ചേർന്ന് ദേശീയ പതാക ഉയർത്തുന്നതും പരേഡിനെ അഭിവാദനം ചെയ്യുന്നതുമാണ്. ഈ സമയം ഭാരതീയ വായുസേനയുടെ ഹെലികോപ്റ്ററിൽ പുഷ്പവൃഷ്ടി നടത്തും. തുടർന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പരേഡ് പരിശോധിക്കുന്നതും എല്ലാ വിഭാഗങ്ങളും മാർച്ച് പാസ് നടത്തി പരേഡ് റിവ്യൂ ഓർഡറിൽ വന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിക്കുന്നതുമാണ്. തുടർന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകും. അതിനുശേഷം സ്വാതന്ത്ര്യദിനം, റിപ്പബ്ലിക് ദിനം എന്നീ അവസരങ്ങളിൽ പ്രഖ്യാപിക്കപ്പെട്ട രാഷ്ട്രപതിയുടെ മെഡലുകളും ട്രോഫികളും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ പരേഡിൽ നൽകുന്നതാണ്. തുടർന്ന് NCC കാഡറ്റുകൾ നടത്തുന്ന അശ്വാഭ്യാസ പ്രകടനങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. ഇതിനുശേഷം തിരുവനന്തപുരം ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾ ദേശഭക്തി ഗാനങ്ങൾ ആലപിക്കും.
Independence Day parade is ready for inspection, sir. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ സമയം പരേഡ് പരിശോധിക്കുന്നു.
May commence the parade, sir. Parade! Close order! March! Parade! Shoulder arms! Leading platoons, move to the right in column of threes. Parade! Right turn! Threes by the left. Quick march! ഇന്നത്തെ പരേഡിന്റെ മുൻനിരയിലെ കണ്ടിജൻസ് ലൈൻ ഫോർമേഷനിൽ സ്ലോ മാർച്ചിലായി വന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിക്കുന്നു. Number 1 platoon leading. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിക്കുന്നതിലേക്കായി ഓരോ വ്യൂഹങ്ങളും കടന്നു വരികയാണ്. ആദ്യമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് ഇന്നത്തെ പരേഡ് കമാൻഡറായ ഡോക്ടർ അപർണ ഒ IPS ആണ്. രണ്ടാമതായി അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് പരേഡിന്റെ സെക്കൻഡ് ഇൻ കമാൻഡ് ഷിയാസ് S ആണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ആംഡ് പോലീസ് ഇൻസ്പെക്ടർ വിശ്വംഭരൻ നയിക്കുന്ന MSPയുടെ ഒരു പ്ലറ്റൂണാണ്.
ആംഡ് പോലീസ് ഇൻസ്പെക്ടർ KV ഗിരീഷ് കുമാർ നയിക്കുന്ന SAPയുടെ ഒരു പ്ലറ്റൂണാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനമർപ്പിച്ച് കടന്നുപോകുന്നത്. അടുത്തതായി KAP 1ാം ബറ്റാലിയനിലെ ഒരു പ്ലറ്റൂണാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനമർപ്പിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്ലറ്റൂണിനെ ആംഡ് പോലീസ് ഇൻസ്പെക്ടർ ജ്യോതികുമാർ B നയിക്കുന്നു. ആംഡ് പോലീസ് ഇൻസ്പെക്ടർ ആനന്ദ് KSന്റെ നേതൃത്വത്തിലുള്ള KAP 2ാം ബറ്റാലിയന്റെ സായുധ വ്യൂഹമാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനമർപ്പിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. KAP 3ാം ബറ്റാലിയന്റെ ഒരു പ്ലറ്റൂണാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനമർപ്പിച്ച് കടന്നു പോകുന്നത്. ഈ വിഭാഗത്തെ ആംഡ് പോലീസ് ഇൻസ്പെക്ടർ ജയചന്ദ്രൻ SV നയിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ അഭിവാദനമർപ്പിച്ച് കടന്നു പോകുന്നത് ആംഡ് പോലീസ് ഇൻസ്പെക്ടർ അജി VG നയിക്കുന്ന KAP 4ാം ബറ്റാലിയന്റെ ഒരു പ്ലറ്റൂണാണ്. ആംഡ് പോലീസ് ഇൻസ്പെക്ടർ സന്തോഷ് ചാർലി നയിക്കുന്ന KAP 5ാം ബറ്റാലിയന്റെ ഒരു പ്ലറ്റൂണാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനമർപ്പിച്ച് കടന്നു പോകുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനമർപ്പിച്ച് ഇപ്പോൾ കടന്നു പോകുന്നത് കേരള ആംഡ് വനിതാ ബറ്റാലിയന്റെ പ്ലറ്റൂണാണ്. ഈ പ്ലറ്റൂണിനെ ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ അംബിക ശ്രീധരൻ നയിക്കുന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് ഇന്ത്യ റിസർവ് ബറ്റാലിയന്റെ ഒരു പ്ലറ്റൂണാണ്. പ്ലറ്റൂണിനെ ആംഡ് പോലീസ് ഇൻസ്പെക്ടർ അജിത് കുമാർ G നയിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് പോലീസിന്റെ ഒരു പ്ലറ്റൂണാണ്. ഈ പ്ലറ്റൂണിനെ ഇൻസ്പെക്ടർ G രഘു നയിക്കുന്നു. In succession, parade will advance in column of threes from the right of platoon. Number 1 platoon.
Move to right and rest. Right hand. Please by the left. Left wing. Hand. Move. Move to the right in column of 3. Right turn. അടുത്തതായി പരേഡിൽ പങ്കെടുക്കുന്ന കണ്ടിജൻസ് ലൈൻ ഫോർമേഷനിൽ ക്വിക്ക് മാർച്ചിൽ വന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിക്കുന്നതിലേക്കായി ഓരോ വ്യൂഹങ്ങളും കടന്നു വരികയാണ്. ആദ്യമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് ഇന്നത്തെ പരേഡ് കമാൻഡറായ ഡോക്ടർ അപർണ OIPS ആണ്. രണ്ടാമതായി അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് പരേഡിന്റെ സെക്കൻഡ് ഇൻ കമാൻഡ് ഷിയാസ് S ആണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് ആംഡ് പോലീസ് ഇൻസ്പെക്ടർ വിശ്വംഭരൻ നയിക്കുന്ന MSPയുടെ ഒരു പ്ലറ്റൂണാണ്. ആംഡ് പോലീസ് ഇൻസ്പെക്ടർ KV ഗിരീഷ് കുമാർ നയിക്കുന്ന SAPയുടെ ഒരു പ്ലറ്റൂണാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്തതായി KAP 1-ാം ബറ്റാലിയനിലെ ഒരു പ്ലറ്റൂണാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത്. പ്ലറ്റൂണിനെ ആംഡ് പോലീസ് ഇൻസ്പെക്ടർ ജ്യോതികുമാർ B നയിക്കുന്നു. ആംഡ് പോലീസ് ഇൻസ്പെക്ടർ ആനന്ദ് KSന്റെ നേതൃത്വത്തിലുള്ള KAP 2-ാം ബറ്റാലിയന്റെ സായുധ വ്യൂഹമാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത്. KAP 3-ാം ബറ്റാലിയന്റെ ഒരു പ്ലറ്റൂണാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത്. ഈ വിഭാഗത്തെ ആംഡ് പോലീസ് ഇൻസ്പെക്ടർ ജയചന്ദ്രൻ SV നയിക്കുന്നു.
ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് ആംഡ് പോലീസ് ഇൻസ്പെക്ടർ അജി വി ജി നയിക്കുന്ന KAP 4 ബറ്റാലിയന്റെ പ്ലറ്റൂണാണ്. ആംഡ് പോലീസ് ഇൻസ്പെക്ടർ സന്തോഷ് ചാർലി നയിക്കുന്ന KAP 5 ബറ്റാലിയന്റെ ഒരു പ്ലറ്റൂണാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് കേരള ആംഡ് വനിതാ ബറ്റാലിയന്റെ പ്ലറ്റൂണാണ്. പ്ലറ്റൂണിനെ ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ അംബിക ശ്രീധരൻ നയിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് ഇന്ത്യ റിസർവ് ബറ്റാലിയന്റെ പ്ലറ്റൂണാണ്. ഈ പ്ലറ്റൂണിനെ ആംഡ് പോലീസ് ഇൻസ്പെക്ടർ അജിത് കുമാർ ജി നയിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് പോലീസിന്റെ പ്ലറ്റൂണാണ്. പ്ലറ്റൂണിനെ ഇൻസ്പെക്ടർ ജി രഘു നയിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് റാപ്പിഡ് റെസ്പോൺസ് ആൻഡ് റെസ്ക്യൂ ഫോഴ്സിന്റെ പ്ലറ്റൂണാണ്. പ്ലറ്റൂണിനെ ആംഡ് പോലീസ് ഇൻസ്പെക്ടർ VR മുരുകേഷ് നയിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് തിരുവനന്തപുരം സിറ്റി പോലീസിന്റെ ഒരു പ്ലറ്റൂണാണ്. ഈ പ്ലറ്റൂണിനെ പോലീസ് ഇൻസ്പെക്ടർ B വിനോദ് കുമാർ നയിക്കുന്നു. അടുത്തതായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് ജയിൽ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡിബിൻ KS നയിക്കുന്ന കേരള പ്രിസൺസ് വിഭാഗത്തിന്റെ ഒരു പ്ലറ്റൂണാണ്. കേരള എക്സൈസ് വിഭാഗത്തിന്റെ ഒരു വ്യൂഹമാണ് അടുത്തതായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വ്യൂഹത്തെ നയിക്കുന്നത് എക്സൈസ് ഇൻസ്പെക്ടർ റോബിൻ വാവച്ചൻ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ അഭിവാദനം അർപ്പിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ K ഹാഷിഫ് നയിക്കുന്ന കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു കണ്ടിജന്റാണ്. കേരള അഗ്നിശമന സേനാ വിഭാഗത്തിന്റെ ഒരു പ്ലറ്റൂണാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വ്യൂഹത്തെ സ്റ്റേഷൻ ഓഫീസർ അരുൺ മോഹൻ A നയിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് ഇപ്പോൾ കടന്നു പോകുന്നത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പ്ലറ്റൂണാണ്. പ്ലറ്റൂണിനെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ബിൽജിത്ത് PB നയിക്കുന്നു. അടുത്തതായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് സൈനിക് സ്കൂളിന്റെ പ്ലറ്റൂണാണ്. പ്ലറ്റൂണിനെ കാഡറ്റ് യദു ഗോവിന്ദ് നയിക്കുന്നു. അടുത്തതായി അണ്ടർ ഓഫീസർ യദുരാമൻ AR നയിക്കുന്ന NCC സീനിയർ ഡിവിഷൻ ആർമി വിംഗ് ബോയ്സിന്റെ ഒരു കണ്ടിജന്റാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സീനിയർ അണ്ടർ ഓഫീസർ കുമാരി വൈദേഹി MS നയിക്കുന്ന NCC സീനിയർ വിംഗ് ആർമി ഗേൾസിന്റെ പ്ലറ്റൂണാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത്. ലീഡിംഗ് കാഡറ്റ് നിവേദ്യ R സുനിൽ നയിക്കുന്ന NCC സീനിയർ ഡിവിഷൻ നേവൽ യൂണിറ്റ് ആണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാഡറ്റ് വാറന്റ് ഓഫീസർ വൈഷ്ണവ് AP നയിക്കുന്ന NCC സീനിയർ ഡിവിഷൻ എയർ വിങ്ങിന്റെ ഒരു പ്ലറ്റൂണാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത്. പ്ലറ്റൂൺ കമാൻഡർ ജാനകി പ്രശാന്ത് നയിക്കുന്ന നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയേഴ്സിന്റെ പ്ലറ്റൂണാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്തതായി സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ് ബോയ്സിന്റെ ഒരു കണ്ടിജന്റാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത്. ഈ കണ്ടിജന്റിനെ മാസ്റ്റർ അഭിനവ് PN നയിക്കുന്നു. കുമാരി ധനലക്ഷ്മി AS നായർ നയിക്കുന്ന സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ് ഗേൾസിന്റെ ഒരു കണ്ടിജന്റാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഭാരത് സ്കൗട്ട്സിന്റെ ഒരു വ്യൂഹമാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത്. വ്യൂഹത്തെ ട്രൂപ്പ് ലീഡർ മാസ്റ്റർ അക്ഷയ് A നയിക്കുന്നു.
ഭാരത് ഗൈഡ്സിന്റെ കമ്പനി ലീഡറായ കുമാരി സമീക്ഷ മഹേഷ് നയിക്കുന്ന ഒരു പ്ലറ്റൂണാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത്. അടുത്തതായി മൗണ്ടഡ് പോലീസ് റിസർവ് ഇൻസ്പെക്ടർ അനൂപ് എം എ നയിക്കുന്ന മൗണ്ടഡ് പോലീസ് വിഭാഗമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിക്കുന്നതിലേക്കായി കടന്നു വരുന്നത് തിരുവനന്തപുരം സിറ്റി പോലീസിന്റെയും മലബാർ സ്പെഷ്യൽ പോലീസിന്റെയും കേരള ആംഡ് പോലീസ് 1, 3, 4 ബറ്റാലിയനുകളുടെയും ബ്രാസ് ബാൻഡ് വിഭാഗങ്ങളാണ്. ഈ വിഭാഗത്തെ ബാൻഡ് സബ് ഇൻസ്പെക്ടർ ജോസ് തോംസൺ നയിക്കുന്നു. അവസാനമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നതിലേക്കായി സ്പെഷ്യൽ ആംഡ് പോലീസിന്റെയും കേരള ആംഡ് പോലീസ് 2, 5 ബറ്റാലിയനുകളുടെയും പൈപ്പ് ബാൻഡ് വിഭാഗങ്ങളാണ് കടന്നുവരുന്നത്. ഈ വിഭാഗത്തെ ബാൻഡ് സബ് ഇൻസ്പെക്ടർ ശശി MK നയിക്കുന്നു. അടുത്തതായി പരേഡ് റിവ്യൂ ഓർഡറിൽ വന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിക്കുന്നു. Parade will advance in review order by the center. Quick march. Parade order arms. Parade general salute. Present arms. Parade order arms. Parade standard is. സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുന്നതിലേക്കായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു ദുരന്തമുഖത്ത് നിന്നാണ് നമ്മൾ അതിനെ അതിജീവിച്ച് കടന്നു വന്നത്. നിരവധി സഹോദരങ്ങളുടെ ജീവൻ നഷ്ടമായി. അവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം. നഷ്ടങ്ങൾക്ക് പകരമാകാൻ ഒന്നിനും സാധിക്കില്ല. സർക്കാർ ആ കുടുംബങ്ങളെ ചേർത്ത് നിർത്തും. എപ്പോഴും എന്ന പോലെ ഒറ്റക്കെട്ടായി നമ്മൾ ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കും. പ്രളയ ദുരന്തങ്ങൾ നേരിടാൻ ശാസ്ത്രീയമായ സംവിധാനമാണ് സർക്കാർ ആവിഷ്കരിക്കുന്നത്. എല്ലാവരുടെയും പിന്തുണയോടെ നമ്മളത് നടപ്പാക്കും. 1947 ഓഗസ്റ്റ്
14-ാം തീയതി അർദ്ധരാത്രി ലോകമുറങ്ങിയപ്പോൾ ഇന്ത്യ പുതുജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിൻ്റെ പുത്തൻ പുലരിയിലേക്കും കൺതുറന്നു. അന്ന് ത്രിവർണ പതാക ഉയർത്തി പ്രതീക്ഷയുടെ നറുവെളിച്ചം പരത്തിക്കൊണ്ട് രാജ്യത്തിൻ്റെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു രാജ്യത്തോട് പറഞ്ഞു, വരും ദിനങ്ങൾ എളുപ്പമുള്ളതോ വിശ്രമത്തിൻ്റേതോ അല്ല, നിരന്തര പ്രയത്നത്തിൻ്റെ കാലമാണ് വരുന്നത്. നമ്മളോട് ചെയ്ത പ്രതിജ്ഞകളും ഇന്ന് കൈക്കൊള്ളുന്ന പ്രതിജ്ഞയും യാഥാർത്ഥ്യമാക്കാനുള്ളതാണ് ഇനിയുള്ള ഓരോ ദിവസങ്ങളും. ഇന്ത്യക്ക് വേണ്ടി സേവനമനുഷ്ഠിക്കുക എന്നാൽ കഷ്ടത അനുഭവിക്കുന്ന കോടിക്കണക്കിന് ജനങ്ങൾക്കായി പ്രവർത്തിക്കുക എന്നതാണ് അർത്ഥം. പട്ടിണിയും നിരക്ഷരതയും രോഗപീഠകളും അസമത്വവും ഇല്ലാതാക്കുക എന്നതാണ് ആ പ്രവർത്തനങ്ങളുടെ ലക്ഷ്യം. എല്ലാ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ തുടച്ചു മാറ്റുക എന്നാണ് നമുക്കിടയിലെ മഹത് വ്യക്തികൾ ആഗ്രഹിച്ചത്. അത് യാഥാർത്ഥ്യമാക്കുക എളുപ്പമല്ല. പക്ഷേ കണ്ണീരും കഷ്ടപ്പാടുമുള്ള കാലത്തോളം നമ്മുടെ കഠിനാധ്വാനം അവസാനിക്കുന്നില്ലെന്ന് പ്രതിജ്ഞ ചെയ്യാം. സ്വാതന്ത്ര്യദിനത്തിൽ പുതുയുഗ കേരളത്തിന് വേണ്ടി നമുക്കും പ്രതിജ്ഞ ചെയ്യേണ്ടതുണ്ട്. കരുണയും സേവന തൽപരതയും സഹിഷ്ണുതയുമുള്ള കേരളമാണ് ഉയർക്കൊള്ളേണ്ടത്. വികസനോന്മുഖമായ പ്രവർത്തനങ്ങളും ഭരണഘടനാ മൂല്യങ്ങളും മതനിരപേക്ഷതയും ഉയർത്തിപ്പിടിച്ചുള്ള കഠിനാധ്വാനവും പുതുതലമുറയെയും മുതിർന്ന പൗരന്മാരെയും ചേർത്ത് പിടിച്ചുള്ളതുമാകട്ടെ നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണം. ആധുനികമായ കേരളം, പുത്തൻ ആശയങ്ങളുടെ കേരളം, സമൃദ്ധിയും സന്തോഷവുമുള്ള കേരളം, സുരക്ഷിത കേരളം, ഇന്ത്യക്ക് വഴികാട്ടിയാകുന്ന കേരളം. ഇതിനായി ശ്രമിക്കുമ്പോൾ ലക്ഷ്യവും മാർഗവും ഒരുപോലെ വ്യക്തമായി മനസ്സിൽ കുറിക്കേണ്ടതുണ്ട്. ജനാധിപത്യ മൂല്യങ്ങൾ, ഭരണഘടനാ തത്വങ്ങൾ, തുല്യതയും നീതിയും പ്രകൃതിക്കിണങ്ങുന്നതും കാലാവസ്ഥാ മാറ്റം കണക്കിലെടുത്തുള്ളതുമായ വികസനം എന്നിവയാണ് ഈ കാലം നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഇതിനായി അക്ഷീണം പ്രവർത്തിക്കണം. തോളോട് തോൾ ചേർന്ന് ജാതിയും മതവും ലിംഗവിവേചനവും രാഷ്ട്രീയ അന്ധതയും വിദ്വേഷവും കൈവെടിഞ്ഞ് ഒറ്റക്കെട്ടായി മുന്നേറാകാനാകണം. ഇതാകണം സ്വാതന്ത്ര്യം പുലർന്ന ഈ പുണ്യമായ പുലരിയിലെ നമ്മുടെ പ്രതിജ്ഞ. കേരളം സഹ്യനും അറബിക്കടലിനും ഇടയ്ക്കുള്ള ഒരു ഭൂപ്രദേശം മാത്രമല്ല. വിവിധ ജീവിത രീതികൾ, വിശ്വാസങ്ങൾ, തൊഴിലുകൾ, കലകൾ, ഭക്ഷണരീതികൾ, പലതരം മനുഷ്യർ, അവരുടെ സ്വപ്നങ്ങൾ, ആകുലതകൾ, പ്രയത്നങ്ങൾ എല്ലാം ചേർന്നൊരു മനോഹരവും അതുല്യവുമായൊരു സങ്കലനം കൂടിയാണ്. ഇന്ത്യയുടെ ഒരു ചെറുപതിപ്പ്, അതേസമയം തനതായ വ്യക്തിത്വമുള്ള ഒരിടം. ഇന്ത്യയുമായും ലോകവുമായും നിരന്തരം സംവദിച്ചും കൊടുത്തും വാങ്ങിയും ഈ ചെറു സംസ്ഥാനം ലോകത്തോളം വളരുകയാണ്. വിദ്യാഭ്യാസവും ആരോഗ്യ സംരക്ഷണവും മുതൽ മതേതരത്വത്തിലും സാക്ഷരതയിലും സഹിഷ്ണുതയിലും രാഷ്ട്രീയ ബോധ്യത്തിലും രാജ്യത്തിന് മാതൃകയുമായി. ഈ നേട്ടങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാവണം നമ്മുടെ പുതുയുഗ കേരളത്തിനായുള്ള പരിശ്രമം. മതേതരത്വവും ജനാധിപത്യ ബോധവും തുല്യതയുമാണ് നമ്മുടെ കരുത്തും ഊർജവും. അതിലൊരു വിട്ടുവീഴ്ചയും ചെയ്യില്ലെന്ന് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. പട്ടിണി, രോഗം, തൊഴിലില്ലായ്മ എന്നിവയാണ് ഏത് ജനതയെയും പിന്നോട്ടടിക്കുന്ന 3 കാര്യങ്ങൾ. 79 വർഷങ്ങൾ പിന്നിടുമ്പോഴും കേരളത്തിലും നമ്മുടെ രാജ്യത്തും ഇവ ഇന്നും അവശേഷിക്കുന്നുവെന്നത് യാഥാർത്ഥ്യമാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ സഹോദരങ്ങൾ, മുതിർന്ന പൗരന്മാർ, ന്യൂനപക്ഷങ്ങൾ, ട്രാൻസ്ജെൻഡേഴ്സ്, ഇങ്ങനെ പ്രത്യേക പരിഗണനയും കരുതലും വേണ്ടവർ ഇപ്പോഴും അനേകം പ്രശ്നങ്ങളും പ്രതിസന്ധികളും അരക്ഷിതാവസ്ഥകളും നേരിടുകയാണ്. കുട്ടികളും ചെറുപ്പക്കാരും പരീക്ഷാ നടത്തിപ്പ് മുതൽ തൊഴിലവസരങ്ങളുടെ കുറവ് വരെയുള്ള ഒരു കൂട്ടം കൊടിയ പ്രശ്നങ്ങളുടെ നടുവിലാണ്. കൃഷിക്കാരും തൊഴിലാളികളും തീരദേശത്തെ ജനങ്ങളും നേരിടുന്ന വെല്ലുവിളികളും അനവധിയാണ്. ഇവ നിലനിൽക്കുന്നിടത്തോളം കാലം എങ്ങനെയാണ് നമുക്ക് വിശ്രമിക്കാനാകുക? കണ്ണീരും കഷ്ടപ്പാടുമുള്ള കാലത്തോളം നമ്മുടെ കഠിനാധ്വാനം അവസാനിക്കുന്നില്ല എന്ന പണ്ഡിറ്റ്ജിയുടെ വാക്കുകളുടെ പ്രസക്തി ഇവിടെയാണ് കാണേണ്ടത്. രാജ്യവും ലോകവും കേരളവും ഇന്ന് പ്രത്യേകമായ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. യുദ്ധവും എല്ലാം നഷ്ടപ്പെട്ടുള്ള പലായനങ്ങളും അനാഥത്വവും ഒരു വശത്ത്, സാമ്പത്തിക പ്രശ്നങ്ങളും കാലാവസ്ഥാ മാറ്റവും കാർഷിക പ്രതിസന്ധിയും മറുവശത്ത്. ജനാധിപത്യ അവകാശങ്ങളെ ചവിട്ടിമെതിക്കുന്നതും ആവർത്തിക്കുന്ന കഥയായി കഴിഞ്ഞു. ഏറ്റവും സൂക്ഷ്മമായി പ്രശ്നങ്ങളെ അപഗ്രഥിച്ച് ഭാവിയെ നോക്കിക്കണ്ട് പുതുതലമുറയെ ചേർത്തുപിടിച്ച് ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കേണ്ട സമയമാണിത്. ജനാധിപത്യം നിരന്തരമായ സംവേദനമാണ്. എതിർപ്പും ചോദ്യം ചെയ്യലും തുറന്ന സംഭാഷണവും തിരുത്തലും ജനാധിപത്യത്തെ പുനരുജ്ജീവിപ്പിക്കുന്നു. ഏകവിളത്തോട്ടത്തിൽ ഒരേ ഇനം മനുഷ്യരെ വളർത്തി
ഒരേ ഭാഷയും ഒരേ വിശ്വാസവും ഒരേ ജീവിതശൈലിയും വളർത്തുന്ന ഏത് വ്യത്യസ്തതയെയും ഭയക്കുന്ന വെറുപ്പിൻ്റെ തുരുത്തുകളും വർഗീയതയുടെ ഇരുളിടങ്ങളും സൃഷ്ടിക്കുന്നതല്ല ജനാധിപത്യം. തുറന്ന മനസ്സ്, സഹിഷ്ണുത, സംവാദം, തിരുത്തൽ, നവീകരണം എന്നിവയിൽ ഊന്നിയ കരുത്തുറ്റ ജനാധിപത്യത്തെ കാത്തുസൂക്ഷിക്കുന്ന കാവൽക്കാരും പോരാളികളുമായി നമുക്ക് മാറാം. മഹാത്മജി, സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗ്, ബാലഗംഗാധര തിലക്, ഗോപാലകൃഷ്ണ ഗോഖലെ തുടങ്ങി അനേകം സമരഭടന്മാർക്കുള്ള ഏറ്റവും വലിയ സല്യൂട്ടും അതുതന്നെയാണ്. രാജ്യത്തിനും സംസ്ഥാനത്തിനും സാമ്പത്തിക വളർച്ചയും വികസനവും വേണം. തൊഴിലുകൾ സൃഷ്ടിക്കപ്പെടണം. കൃഷി ഉൾപ്പെടെയുള്ള അടിസ്ഥാന മേഖലകൾക്ക് വികസനവും സംരക്ഷണവും വേണം. ഒപ്പം കാലാവസ്ഥാ മാറ്റമെന്ന വൻ പ്രതിസന്ധിയെ നേരിടാനാകണം. വികസന ഫലങ്ങൾ എല്ലാവരിലേക്കും എത്തണം. വികസനം ഏതാനും പേർക്കായുള്ളതല്ല. സർവതല സ്പർശിയായ വികസനവും സമ്പത്തിൻ്റെ ന്യായമായ നീതിപൂർവമായ വിതരണവുമാണ് ഒരു സോഷ്യലിസ്റ്റ് ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം. അവിടെ വികസനം എന്നത് ജനപക്ഷത്തു നിന്നുള്ളതായിരിക്കും. അതിന് മുൻഗണനാക്രമങ്ങൾ ഉണ്ടാകും. ക്ഷേമപ്രവർത്തനങ്ങൾ ജനാധിപത്യ സംവിധാനത്തിൽ ആരുടെയും ഔദാര്യമല്ല, അത് അവകാശമാണ്. മുതിർന്ന പൗരന്മാരുടെ ക്ഷേമം, പ്രത്യേക പരിഗണന അർഹിക്കുന്ന എല്ലാ ജനവിഭാഗങ്ങൾക്കും നൽകേണ്ട സംരക്ഷണം എന്നിവ ഇക്കാലത്ത് അതീവ പ്രധാനമാണ്. അതോടൊപ്പം പുതുതലമുറയ്ക്ക് ഇവിടെ പഠിക്കാനും തൊഴിലെടുക്കാനും സ്വന്തം കാലിൽ അഭിമാനത്തോടെ നിൽക്കാനുമുള്ള വഴിയൊരുക്കണം. ലഹരി എന്ന മഹാവിപത്തിനെ പടിയിറക്കണം. നാട്ടിൽ സമാധാനവും സുരക്ഷയും പുലരണം. പൊതുവിദ്യാഭ്യാസവും പൊതുജനാരോഗ്യവും മെച്ചപ്പെടണം. ഇവ ഈ സർക്കാരിൻ്റെ മുൻഗണനാ പട്ടികയിലുള്ളതാണ്. ഇത് പ്രായോഗികമാക്കാനുള്ള നയസമീപനവും പരിപാടികളുമാണ് സംസ്ഥാന സർക്കാർ ആവിഷ്കരിക്കുന്നത്. ഇന്ത്യയുടെ ഭരണഘടന പോലെ മറ്റൊന്നില്ല. അത് ഒരു ജനതയുടെ അഭിമാനവും ഉറപ്പും പ്രതീക്ഷയും ഭാവിയെ കരുപ്പിടിപ്പിക്കുന്ന ചാലക ശക്തിയുമാണ്. ഭരണഘടനാ മൂല്യങ്ങളായ മതേതരത്വം, തുല്യത, അഭിപ്രായ സ്വാതന്ത്ര്യം, പ്രവർത്തന സ്വാതന്ത്ര്യം, ന്യൂനപക്ഷങ്ങൾക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലുമുള്ളവർക്കുള്ള പ്രത്യേക പരിഗണന എന്നിവ ചോദ്യം ചെയ്യപ്പെടുന്ന അപകടകരമായ ഒരു പരിസരം രാജ്യത്ത് ശക്തി പ്രാപിക്കുന്ന കാലഘട്ടം കൂടിയാണിത്. ജീവിതകാലം മുഴുവൻ രാഷ്ട്രീയ രംഗത്ത് നിന്ന, നിരവധി തവണ ഭരണഘടനാ പദവിയിലിരുന്ന രാജ്യത്തെ തലമുതിർന്ന നേതാവ് പോലും ജാതി വെറിയുടെയും തൊട്ടുകൂടായ്മയുടെയും പേരിൽ അപമാനിക്കപ്പെട്ടത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. അതെന്ത് സന്ദേശമാണ് രാജ്യത്തിന് നൽകുന്നത്? നമ്മുടെ രാജ്യം അവിടെ നിന്നൊക്കെ ഒരുപാട് മുന്നോട്ട് നടന്നതാണ്. ഇനിയും ആ ഇരുണ്ട കാലത്തേക്ക് തിരിച്ചു പോകരുത്. അത്തരം ശ്രമങ്ങൾ ഉണ്ടായാൽ അതിനെ നഖശികാന്തം എതിർക്കേണ്ടത് നമ്മുടെ കടമയും ഉത്തരവാദിത്വവുമാണ്. നമ്മുടെ ഭരണഘടനയും അത് ഉറപ്പു നൽകുന്ന അടിസ്ഥാന തത്വങ്ങളായ മതേതരത്വവും തുല്യതയും സ്വാതന്ത്ര്യവും സോഷ്യലിസവും ജനാധിപത്യ അവകാശങ്ങളും സംരക്ഷിക്കാൻ നാം ഓരോരുത്തരും പ്രത്യേക ശ്രദ്ധയോടെയും ജാഗ്രതയോടെയും കരുതലോടെയും പ്രവർത്തിച്ചേ മതിയാവൂ. ഭരണഘടനാ തത്വങ്ങൾക്കും ഇന്ത്യയുടെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും മതേതരത്വത്തിനും വേണ്ടി വിട്ടുവീഴ്ചയില്ലാതെ നമ്മൾ അണിനിരക്കേണ്ട സമയമാണിത്. മഹാത്മജിയും ബാബാ സാഹേബ് അംബേദ്കറും ജവഹർലാൽ നെഹ്റുവും അബ്ദുൽ കലാം ആസാദും ഒക്കെ ഉൾപ്പെടെയുള്ളവർ മുന്നോട്ട് വെച്ച ആദർശങ്ങൾക്കും പ്രവർത്തന രീതികൾക്കും മുൻപന്നത്തെക്കാളും സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ഈ കാലഘട്ടത്തിൽ പ്രാധാന്യം കൈവന്നിരിക്കുന്നു. നാടെങ്ങും ചെറുപ്പക്കാർ ഉയർത്തുന്ന പ്രശ്നങ്ങൾ അതിനുദാഹരണമാണ്. അവ കണ്ടില്ലെന്ന് നടിക്കുന്നത് അക്ഷന്തവ്യമായ തെറ്റുമാണ്. നമ്മുടെ യുവത രാഷ്ട്രീയ ബോധ്യങ്ങൾ ഇല്ലാത്തവരല്ല. അവരെല്ലാം കാണുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. തിരുത്തൽ ശക്തിയാകാനും ഭാവിയിൽ തെളിമയോടെ രാജ്യത്തെ നയിക്കാനുമുള്ള കരുത്ത് അവർക്കുണ്ട്. സമീപകാല സംഭവങ്ങൾ അതാണ് തെളിയിക്കുന്നത്. നമ്മുടെ യുവതയാണ് രാജ്യത്തിൻ്റെ യഥാർത്ഥ സമ്പത്ത്. എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന, നന്മ പ്രദാനം ചെയ്യുന്നതും പ്രകൃതിക്കും മനുഷ്യനും ഇണങ്ങുന്നതുമായ വികസനമാണ് നമ്മുടെ സ്വപ്നം. അനാവശ്യമായി പരസ്പരം പോരടിച്ചും മനുഷ്യരെ ഭയപ്പെടുത്തിയും അപകീർത്തിപ്പെടുത്തിയും ലഹരിക്കടിമപ്പെട്ടും വികസന വിരുദ്ധത ആയുധമാക്കിയും ഇനിയും നമുക്ക് മുന്നോട്ട് പോകാനാകില്ല. ആധുനികവും നീതിയുക്തവുമാകണം നമ്മുടെ കാഴ്ചപ്പാട്. കുട്ടികൾക്കും സ്ത്രീകൾക്കും പ്രത്യേകമായ പരിഗണന ലഭിക്കണം. പുതുയുഗ കേരളം എന്നത് വെറും വാക്കല്ല, അത് യാഥാർത്ഥ്യമാക്കാനുള്ള ഒരാശയമാണ്. അതിനായി നമുക്ക് ഒരുമിച്ച് നിൽക്കാം, വിശ്രമമില്ലാതെ പ്രയത്നിക്കാം, പോരാടാം. ഇന്ത്യ എന്ന വികാരം കെടാവിളക്കായി മനസ്സിൽ സൂക്ഷിക്കാം. എല്ലാവർക്കും ഊഷ്മളമായ സ്വാതന്ത്ര്യ ദിനാശംസകൾ. താങ്ക് യു സർ. Parade! Attention! Officers! Return soon! Parade! Shoulder arms!
Parade is over, sir. May march of the parade. ഈ സമയം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടെ പരേഡ് വിടവാങ്ങുന്നു. 2IC, take charge. Parade! Close order! March! Parade! Left and right, turn! Parade! Rear contingent, left and right wheel, Duke, march! Parade! Middle contingent, left and right wheel, Duke, march! അടുത്തതായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകൾ, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് മെഡലുകൾ, കറക്ഷണൽ സർവീസ് മെഡലുകൾ തുടങ്ങിയവ സമ്മാനിക്കുന്നതാണ്. അടുത്തതായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകൾ, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് മെഡലുകൾ, കറക്ഷണൽ സർവീസ് മെഡലുകൾ തുടങ്ങിയവ സമ്മാനിക്കുന്നതാണ്. സേവനകാലത്തുടനീളം തെളിയിച്ച മികവും അർപ്പണബോധവും നേതൃപാടവവും സത്യസന്ധതയും ബുദ്ധിവൈഭവവും പുരസ്കരിച്ച് പോലീസ് സേനയിലെ ഇനി പറയുന്ന ഉദ്യോഗസ്ഥർക്ക് വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സമ്മാനിക്കുന്നു. ശ്രീ ദിനേന്ദ്ര കശ്യപ് IPS, അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ഇന്റലിജൻസ്. Sri P. Vijayan IPS, Additional Director General of Police, Law and Order. Sri Ajit Vijayan IPS, AIG, ADGP, Office. സേവനകാലത്തുടനീളം പ്രകടിപ്പിച്ച മികവിനും ആത്മാർത്ഥതയ്ക്കും നേതൃപാടവത്തിനും കർമ്മധീരതയ്ക്കുമുള്ള അംഗീകാരമായി പോലീസ് സേനയിലെ ഇനി പറയുന്ന ഉദ്യോഗസ്ഥർക്ക് പ്രശസ്ത സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സമ്മാനിക്കുന്നു. ശ്രീ രമേഷ് കുമാർ PN, SP, ക്രൈംബ്രാഞ്ച് കോട്ടയം.
ശ്രീ കൃഷ്ണകുമാർ ബി, എസ് പി, വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർ, KPSC. ശ്രീ ശ്യാംകുമാർ വാസുദേവൻ പിള്ള, SP, വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ, ഈസ്റ്റേൺ റേഞ്ച്, കോട്ടയം. ശ്രീ വിനോദ് MP, SP, കോഓപ്പറേറ്റീവ് വിജിലൻസ്, തിരുവനന്തപുരം. ശ്രീ ബാലകൃഷ്ണൻ നായർ P, SP, VACB, നോർത്തേൺ റേഞ്ച്, കോഴിക്കോട്. ശ്രീ സുരേഷ് ബാബു V, CMT, DHQ ക്യാമ്പ്, കൊച്ചി സിറ്റി. ശ്രീ U പ്രേമൻ, CMT, KP4, മങ്ങാട്ടുപറമ്പ്. ശ്രീ ഗംഗാധരൻ M, DYSP, VACB, മലപ്പുറം. ശ്രീ റെജി മാത്യു കുന്നിപ്പറമ്പൻ, DYSP, കട്ടപ്പന, ഇടുക്കി. ശ്രീ വർഗീസ് KJ, DYSP, MT, IRB, തൃശൂർ. ശ്രീ ഷാബു R, DYSP, VACB, സ്പെഷ്യൽ സെൽ, എറണാകുളം. ശ്രീ പ്രവി EV, അസിസ്റ്റന്റ് കമാൻഡന്റ്, KP4, മങ്ങാട്ടുപറമ്പ്. ശ്രീ ശ്രീകുമാരൻ G, അസിസ്റ്റന്റ് കമാൻഡന്റ്, SAP. ശ്രീ EP രാമദാസ്, ഇൻസ്പെക്ടർ, കെപ്പ, തൃശൂർ. ശ്രീ സുരേഷ് കുമാർ R, API, PTC, തിരുവനന്തപുരം. ശ്രീ ഗോപകുമാർ MS, SI, ലീഗൽ സെൽ, DPO, കോട്ടയം. ശ്രീ മോഹൻകുമാർ R, GSI, ആലപ്പുഴ സൗത്ത്, PS.
ശ്രീമതി സജീഷ KP, ASI, മുക്കം PS, കോഴിക്കോട് റൂറൽ. ശ്രീമതി ഷിനിലാൽ SS, ASI, ക്രൈംബ്രാഞ്ച്, തിരുവനന്തപുരം റൂറൽ. ശ്രീമതി ബിന്ദു M, ASI, ക്രൈംബ്രാഞ്ച്, മലപ്പുറം. സേവനകാലത്തുടനീളം തെളിയിച്ച മികവും അർപ്പണബോധവും നേതൃപാഠവും പുരസ്കരിച്ച് കേരള അഗ്നിരക്ഷാസേനാ വകുപ്പിൽ ഇനി പറയുന്ന ഉദ്യോഗസ്ഥർക്ക് വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ ഫയർ സർവീസ് മെഡലുകൾ സമ്മാനിക്കുന്നു. ആദ്യം ശ്രീ മധുസൂദനൻ നായർ G, അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ, പരവൂർ. ശ്രീ രാജേന്ദ്രൻ പിള്ള K, സ്റ്റേഷൻ ഓഫീസർ, കൊട്ടാരക്കര. സേവനകാലത്തുടനീളം പ്രകടിപ്പിച്ച ധീരവും കർമ്മോജ്വലവുമായ പ്രവർത്തനത്തിന്റെ അംഗീകാരമായി കേരള അഗ്നിരക്ഷാസേനാ വകുപ്പിൽ ഇനി പറയുന്ന ഉദ്യോഗസ്ഥർക്ക് പ്രശസ്ത സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ ഫയർ സർവീസ് മെഡലുകൾ സമ്മാനിക്കുന്നു. ആദ്യം ശ്രീ സൂരജ് S, ഡിസ്ട്രിക്ട് ഫയർ ഓഫീസർ, തിരുവനന്തപുരം. ശ്രീ സെബാസ്റ്റ്യൻ V, സ്റ്റേഷൻ ഓഫീസർ, RFO, തിരുവനന്തപുരം. ശ്രീ പ്രേമൻ PC, അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ, പേരാമ്പ്ര. ശ്രീ സാലി KT, അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ, കോട്ടയം. ശ്രീ ബാബു PK, അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ, കൊയിലാണ്ടി. പ്രശസ്ത സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ കറക്ഷണൽ മെഡൽ നേടിയവർ: ശ്രീ രാജീവ് TR, DIG ഓഫ് പ്രിസൺസ്, ദക്ഷിണ മേഖല. ശ്രീമതി റംല BV A, വനിതാ ജയിൽ സൂപ്രണ്ട്, റിട്ടയർഡ്. ശ്രീ നരേന്ദ്രൻ PM, സൂപ്രണ്ട്, സ്പെഷ്യൽ സബ് ജയിൽ, തിരുവനന്തപുരം. ശ്രീ യൂനിസ് MB, ഡെപ്യൂട്ടി സൂപ്രണ്ട്, റിട്ടയർഡ്. ശ്രീ ഉദയകുമാർ V, ഡെപ്യൂട്ടി സൂപ്രണ്ട്, റിട്ടയർഡ്. ശ്രീ ഷാജി C, ഡെപ്യൂട്ടി സൂപ്രണ്ട്, റിട്ടയർഡ്. ശ്രീമതി ശ്രീകല GR, ഡെപ്യൂട്ടി സൂപ്രണ്ട്, റിട്ടയർഡ്. ശ്രീ രാധാകൃഷ്ണൻ M, ഡെപ്യൂട്ടി സൂപ്രണ്ട്, റിട്ടയർഡ്. ശ്രീ അബ്ദുൽ മജീദ് KK, സൂപ്രണ്ട്, സ്പെഷ്യൽ സബ് ജയിൽ, തലശ്ശേരി.
ശ്രീ ബിജു കെ ബി, സൂപ്രണ്ട് ബോസ്റ്റൽ സ്കൂൾ തൃക്കാക്കര. ശ്രീ അപ്പുക്കുട്ടി വി, ഡെപ്യൂട്ടി സൂപ്രണ്ട് ജില്ലാ ജയിൽ കണ്ണൂർ. ശ്രീ ഉണ്ണികൃഷ്ണൻ പി, അസിസ്റ്റന്റ് സൂപ്രണ്ട് ഗ്രേഡ് 1 റിട്ടയർഡ്. ശ്രീ ആരിഫ് കെ എം, അസിസ്റ്റന്റ് സൂപ്രണ്ട് ഗ്രേഡ് 1 റിട്ടയർഡ്. ശ്രീ പ്രഭാകരൻ ടി എ, അസിസ്റ്റന്റ് സൂപ്രണ്ട് ഗ്രേഡ് 1 റിട്ടയർഡ്. ശ്രീ അനിൽ ബോസ് ടി, അസിസ്റ്റന്റ് സൂപ്രണ്ട് ഗ്രേഡ് 1 ഓപ്പൺ പ്രിസൺ ചീമേനി. അടുത്തതായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉത്തം ജീവൻ രക്ഷാ പതക്കങ്ങൾ സമ്മാനിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയുടെ ജീവൻ രക്ഷാ പതക്കിന് അർഹരായവരെ 80-ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആദരിക്കുന്നു. ശ്രീ മുഹമ്മദ് ഷാമിൽ സി, മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശിയായ മുഹമ്മദ് ഷാമിൽ 2025 ജൂലൈ 13 വീട്ടിനടുത്തുള്ള ആഴമേറിയ കുളത്തിൽ അപകടത്തിൽപ്പെട്ട 3 പെൺകുട്ടികളെയാണ് തൻ്റെ സമയോചിതമായ ഇടപെടലിലൂടെ മരണമുഖത്തു നിന്നും തിരികെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തിയത്. ആഴവും ചെളിയുമുള്ള വെള്ളത്തിലേക്ക് ഒട്ടും മടിക്കാതെ എടുത്തു ചാടി 2 കുട്ടികളെ കരക്കെത്തിച്ച ഷാമിൽ 3ാമത്തെ കുട്ടിക്കായി വീണ്ടും വെള്ളത്തിലേക്ക് ഊളിയിടുകയായിരുന്നു. ബോധരഹിതയായി കണ്ടെത്തിയ 12 വയസ്സുകാരിക്ക് സ്കൂളിൽ നിന്ന് പഠിച്ച CPR വിദ്യകൾ ഉപയോഗിച്ച് തൽക്ഷണം പ്രഥമ ശുശ്രൂഷ നൽകി ജീവൻ നിലനിർത്താൻ ഷാമിലിനായി. ഈ 18-കാരൻ്റെ അസാമാന്യ ധീരതയും അറിവും ഒരു വലിയ ദുരന്തമാണ് ഒഴിവാക്കിയത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ നിന്നും ഉത്തം ജീവൻ രക്ഷാ പതക് ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ മുഹമ്മദ് ഷാമിലിനെ ആദരവോടെ ക്ഷണിക്കുന്നു. അടുത്തതായി ജീവൻ രക്ഷാ പതക് ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നത് കൊല്ലം പുത്തൂർ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ ശ്രീ ജയേഷ് TJ ആണ്. 2024 സെപ്റ്റംബർ 28 പട്രോളിംഗ് ഡ്യൂട്ടിയിലായിരുന്ന SI ജയേഷിന് ഒരു വയോധിക കിണറ്റിൽ വീണു എന്ന് അടിയന്തര സന്ദേശം ലഭിക്കുന്നു. ഉടൻ തന്നെ സ്ഥലത്തെത്തിയ അദ്ദേഹം ചെളിയും പായലും മൂടിയ വായു സഞ്ചാരം വളരെ കുറഞ്ഞ 45 അടി താഴ്ചയുള്ള കിണറ്റിലേക്ക് സ്വന്തം ജീവൻ പോലും തൃണവൽഗണിച്ച് ഇറങ്ങിച്ചെല്ലുകയായിരുന്നു. ബോധരഹിതയായി വെള്ളത്തിൽ കിടന്ന 74-കാരിയായ രാധമ്മയെ ഏകദേശം 40 മിനിറ്റോളം കയ്യിൽ താങ്ങി നിർത്തി പ്രഥമ ശുശ്രൂഷ നൽകി സുരക്ഷിതമായി പുറത്തെത്തിച്ചു. രക്ഷാപ്രവർത്തനത്തിനിടയിൽ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടി സ്വന്തം ബോധം മറഞ്ഞിട്ടും പതറാതെ ധീരത കാട്ടിയ ജയേഷിൻ്റെ സഹജീവി സ്നേഹവും നിശ്ചയദാർഢ്യവും സമാനതകളില്ലാത്തതാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ നിന്നും ജീവൻ രക്ഷാ പതക് ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ ജയേഷ് TJ ആദരവോടെ ക്ഷണിക്കുന്നു. അടുത്തതായി ജീവൻ രക്ഷാ പതക്കിനായി ക്ഷണിക്കുന്നത് കണ്ണൂരിലെയും കാസർകോട്ടിലെയും 5 ധീരന്മാരായ കൂട്ടുകാരെയാണ്. 2024 ഒക്ടോബർ 19 കളിക്കാനായി പോകുന്നതിനിടെ സമീപത്തെ കുളത്തിൽ നിന്ന് നിലവിളി കേട്ട് ഓടിയെത്തിയ ഈ 5 കൂട്ടുകാർ കണ്ടത് വെള്ളത്തിൽ മുങ്ങിത്താഴുന്ന 2 ചെറിയ കുട്ടികളെയാണ്. ഭയന്ന് പിന്മാറാതെ കയ്യിലുണ്ടായിരുന്ന വടി ഉപയോഗിച്ചും ഒത്തൊരുമയോടെയുള്ള പരിശ്രമത്തിലൂടെയും അവർ ഈ 2 കുട്ടികളെയും സുരക്ഷിതമായി കരക്കെത്തിക്കുകയായിരുന്നു. ഈ 5 സുഹൃത്തുക്കളുടെ സമയോചിതമായ ഇടപെടലും കൂട്ടായ്മയുടെ കരുത്തുമാണ് പയ്യന്നൂരിലെ പ്രകൃതീശ്വരനും ഋദ്വിക്കിനും പുനർജന്മമേകിയത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ നിന്നും ജീവൻ രക്ഷാ പതക് പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി ഈ 5 കൂട്ടുകാരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മാസ്റ്റർ ആകാശ് KP, ശ്രീ ഹാഷിക് മോഹൻ, മാസ്റ്റർ ഋതുനന്ദ് C, മാസ്റ്റർ വൈശാഖ് K, മാസ്റ്റർ യദുനന്ദ് C,
അടുത്തതായി ഈ പരേഡിൽ പങ്കെടുത്ത ഏറ്റവും നല്ല പോലീസ് കണ്ടിജന്റിനുള്ള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ട്രോഫിയും മികച്ച ടേൺ ഔട്ടിനുള്ള സംസ്ഥാന പോലീസ് മേധാവിയുടെ റോളിംഗ് ട്രോഫിയും ഏറ്റവും നല്ല നോൺ പോലീസ് കണ്ടിജന്റിനുള്ള സിറ്റി ജില്ലാ പോലീസ് മേധാവിയുടെ ട്രോഫികളും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സമ്മാനിക്കുന്നു. പരേഡിൽ പങ്കെടുത്ത ഏറ്റവും നല്ല പോലീസ് കണ്ടിജന്റിനുള്ള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ട്രോഫി അദ്ദേഹം സമ്മാനിക്കുകയാണ്. ഏറ്റവും നല്ല പോലീസ് കണ്ടിജന്റ് ഇന്ത്യ റിസർവ് ബറ്റാലിയൻ. അടുത്തതായി മികച്ച ടേൺ ഔട്ടിനുള്ള സംസ്ഥാന പോലീസ് മേധാവിയുടെ റോളിംഗ് ട്രോഫി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സമ്മാനിക്കുന്നു. മികച്ച ടേൺ ഔട്ട് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ്. അടുത്തതായി ഏറ്റവും നല്ല നോൺ പോലീസ് കണ്ടിജന്റിനുള്ള സിറ്റി ജില്ലാ പോലീസ് മേധാവിയുടെ ട്രോഫികൾ ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നൽകുന്നു. ഏറ്റവും നല്ല നോൺ പോലീസ് കണ്ടിജന്റ് സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ്. ഏറ്റവും നല്ല നോൺ പോലീസ് കണ്ടിജന്റ് ജൂനിയർ സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ് ഗേൾസ്. അടുത്തതായി സായുധ സേനാ പതാക ദിന ഫണ്ടിലേക്ക് ഏറ്റവും കൂടുതൽ തുക സമാഹരിച്ചവർക്കുള്ള ട്രോഫി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നൽകുന്നു. ഒന്നാം സമ്മാനം തിരുവനന്തപുരം ജില്ല. പ്രോത്സാഹന സമ്മാനം കാസർഗോഡ് ജില്ല. NCCക്കുള്ള മുഖ്യമന്ത്രിയുടെ ട്രോഫികളും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സമ്മാനിക്കുന്നു. മികച്ച വിദ്യാഭ്യാസ സ്ഥാപനത്തിനുള്ള മുഖ്യമന്ത്രിയുടെ ട്രോഫി അദ്ദേഹം സമ്മാനിക്കുകയാണ്. സ്ഥാപനം PSMO കോളേജ് തിരൂരങ്ങാടി മലപ്പുറം. അടുത്തതായി മികച്ച NCC ബറ്റാലിയൻ 29th കേരള ബറ്റാലിയൻ NCC തേഞ്ഞിപ്പാലം മലപ്പുറം. ഇനി NCC കേഡറ്റുകൾ അവതരിപ്പിക്കുന്ന അശ്വാഭ്യാസ പ്രകടനങ്ങൾ. സദസ്സിൽ സന്നിഹിതരായ മുഖ്യമന്ത്രി അവർകൾക്കും ആദരണീയ ഉദ്യോഗസ്ഥർക്കും വിശിഷ്ട അതിഥികൾക്കും പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. കേരളത്തിൻ്റെ ഹൃദയഭൂമിയായ തിരുവനന്തപുരത്തിൻ്റെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ 80ാമത്തെ സ്വാതന്ത്ര്യദിന ആഘോഷത്തിൻ്റെ ഭാഗമായി NCC ഡയറക്ടറേറ്റ് കേരള ആൻഡ് ലക്ഷദ്വീപിൻ്റെ പ്രതിനിധികളായി എറണാകുളം ഗ്രൂപ്പിൻ്റെ കീഴിൽ വരുന്ന കേരളത്തിൻ്റെ ഏക അശ്വരൂഢ NCC യൂണിറ്റായ 1 കേരള റീമൗണ്ട് ആൻഡ് വെറ്റനറി സ്ക്വാഡ്രൺ NCC മണ്ണുത്തിയിലെ കഴിവുറ്റ 10 കേഡറ്റുകൾ വിവിധ ഇനങ്ങളിലൂടെ തൻ്റെ പ്രാവീണ്യം തെളിയിക്കാൻ നിങ്ങൾക്ക് മുന്നിൽ അണിനിരക്കുന്നു. NCCയിൽ നിന്നും ലഭിച്ച ചിട്ടയായ പരിശീലനം മാത്രമാണ് നമ്മുടെ കേഡറ്റുകൾക്കുള്ളത്. This is a showcasing of the hard training they received despite of minimal time and facility they have. Let's welcome the cadets and their astrides to this mesmerizing event. I welcome Under Officer Arida PG, Under Officer Chitra Pradeep, Sergeant Inderjit, Sergeant Paul Venemal, Corporal Anvia TR, Cadet Abhinesh VD, Cadet Abhiram KM, Cadet Gayatri S. Nair, Cadet Nivedita KP, Cadet Kashinada A. Menon, with their horses Aman, Prithvi, Admiral, Tarzan and Arjun. The first event is Standing Salute. വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികൾക്കായി സമർപ്പിക്കുന്ന സ്റ്റാൻഡിംഗ് സല്യൂട്ടാണ് ആദ്യ ഇനം. കുതിരപ്പുറത്ത് കേഡറ്റുകൾ കുതിരയെ പൂർണ്ണ നിയന്ത്രണത്തിൽ നിർത്തി അഭിവാദ്യമർപ്പിക്കുന്ന വിസ്മയകരമായ പ്രകടനം കാഴ്ചവെക്കുന്നതിനായി നമ്മുടെ കേഡറ്റുകളെ ക്ഷണിക്കുന്നു. ലെറ്റ്സ് വെൽക്കം അണ്ടർ ഓഫീസർ ചിത്ര പ്രദീപ് ഓൺ ടാസൻ, കേഡറ്റ് കാശിനാഥ് ഓൺ വിക്ടർ. അതിമനോഹരമായി മുഖ്യാതിഥികളെ അഭിവാദ്യം ചെയ്ത് കടന്നു പോകുകയാണ് നമ്മുടെ കേഡറ്റുകൾ. അടുത്ത ഇനമായ ഫ്ലാഗ് മാർച്ചിൽ നാഷണൽ ഫ്ലാഗും ആർമി ഫ്ലാഗ്, നേവി ഫ്ലാഗ്, എയർഫോഴ്സ് ഫ്ലാഗ് ആൻഡ് NCC ഫ്ലാഗ് അഭിമാനത്തോടെ കൈവഹിച്ച് നിയന്ത്രിതമായ കുതിപ്പോടെ നടക്കുന്ന ഈ പ്രകടനം രാജ്യസ്നേഹത്തിൻ്റെയും അനുഷ്ഠാനത്തിൻ്റെയും പ്രതീകമാണ്. ഫസ്റ്റ്, ഇന്ത്യൻ പതാക ഏന്തി അണ്ടർ ഓഫീസർ ചിത്ര പ്രദീപ്. ആർമി ഫ്ലാഗ് കേഡറ്റ് നിവേദിത, നേവി ഫ്ലാഗ് കേഡറ്റ് അഭിനേഷ്, എയർഫോഴ്സ് ഫ്ലാഗ് കേഡറ്റ് ഗായത്രി, NCC ഫ്ലാഗ് കേഡറ്റ് കാശിനാഥ്. അതിമനോഹരമായി നമ്മൾ കേഡറ്റ്സ് ഫ്ലാഗ് മാർച്ച് കാഴ്ചവെച്ചത്.
As they advance in perfect formation, let us respect each fluttering flag that tells a story of courage on the battlefield, service on the seas, valor in the skies, and the unbreakable spirit of our youth. Now, we would like to introduce a discipline of equestrian training, show jumping. ഷോ ജമ്പിംഗ് എന്നത് കുതിരയും റൈഡറും തമ്മിലുള്ള കോർഡിനേഷനും ധൈര്യവും തെളിയിക്കുന്നതാണ്. 1 മുതൽ 7 വരെ നമ്പറുകൾ രേഖപ്പെടുത്തിയ വ്യത്യസ്ത ഉയരത്തിലുള്ള തടസ്സങ്ങൾ മറികടന്നു പോകുന്ന ഒരു പ്രകടനമാണിത്. The first obstacle is cross parallel jump. The second is vertical jump. Third is parallel jump. Fourth is fan jump. Fifth is a triple bar. Sixth is Z-type jump. Seventh is plank jump. Show jumping is popularly known as the queen of equestrian sports. It started during the hunting time in early days, where the rider or horseback needed to overcome the natural obstacles. Now I welcome Sergeant Paulvin Astride Aman for the first obstacle. He's approaching the jumps with confidence. Moving on to the first obstacle. He cleared it elegantly. That was an effortless horse and rider moving as one. Moving on to the fourth obstacle. Will he make it? A perfect takeoff and a safe landing. Wow. To the seventh obstacle. He did it. What a fantastic round. Give him a huge round of applause, everybody. Next is a female cadet, Under Officer Arida. Give it up for the power, grace, and courage of our only female rider in show jumping. She is here to remind us that the saddle has no boundaries, only possibilities. These young NCC cadets have worked incredibly hard to reach this arena, and we are almost ready to see their efforts come to life. First. Beautiful jump, grace, power in perfect balance. Look at that control. The connection between the rider and the horse. It looks like poetry in motion. Yes, that's what we are talking about. Moving on to the next jump. Amazing. The crowd lives and so does she. That is horsemanship at finest. Big round of applause, everybody. She didn't just clear the obstacles. She proved that there is no obstacle too high for a woman with courage, confidence and determination. നമുക്ക് മുന്നിൽ വീണ്ടും ഷോ ജമ്പിംഗ് ചെയ്യാനെത്തുന്നത് Surgeon Inderjit on Tarzan. Keep your eyes on the arena because the moment begins. That was a good start. Fantastic. Cleared it elegantly. നമ്മുടെ കേഡറ്റ്സ് പ്രൊഫഷണൽ റൈഡേഴ്സ് അല്ലാതെ കൂടി തന്നെ ഇത്രയും മനോഹരമായി ഷോ ജമ്പിംഗ് കാഴ്ചവെക്കുന്നത് അവർക്ക് NCCയിൽ നിന്ന് ലഭിച്ച ട്രെയിനിങ്ങിലൂടെ മാത്രമാണ്. Let's appreciate the efforts of NCC in molding these brilliant riders. Yes, the rider is moving along with the horse in a good coordination. Smoothly cleared. A fantastic clear. He passed the 7th jump. What a wonderful show put up by these cadets. നല്ലൊരു കൈയടി നൽകാം നമുക്ക്. അടുത്ത ഇനമാണ് ടെന്റ് പെഗിംഗ്. പുരാതന കാലത്ത് യുദ്ധഭൂമിയിൽ ശത്രു സൈനികരുടെ ക്യാമ്പുകൾ ആക്രമിക്കുന്നതിനായി ഉപയോഗിച്ചിരുന്ന സൈനിക തന്ത്രമാണ് ടെന്റ് പെഗിംഗ്. ഇത് നിലത്ത് അടിച്ചു പിടിപ്പിച്ചിരിക്കുന്ന ചെറിയ മരക്കുറ്റികൾ അഥവാ പെഗുകൾ കുതിരയെ അതിൻ്റെ ഏറ്റവും വേഗതയിൽ പായിച്ച് കുന്തം കൊണ്ടെടുത്ത് കളക വഴി ശത്രുക്കളുടെ കൂടാരങ്ങൾ താഴെ ഇടുകയും അവരുടെ സൈനിക ക്രമം തകർക്കുകയുമായിരുന്നു ലക്ഷ്യം. ടെന്റ് പെഗിംഗ് ഇന്ന് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകൃതമായ ഒരു കുതിര സവാരി ഇനമാണ്. This special event is presented to you by Cadet Abhinesh Astride Tarzan. They're getting ready. While we wait, let's hear that enthusiasm from the audience. These young cadets have put in tremendous efforts to be here today. So let's make sure they feel your support when they enter the arena. The horse and the rider are getting ready. Here comes the rider.
aiming carefully. And yes, the peg is taken. Next is Surgeon Indrajit, astride Arjun. The lance is ready, focusing. Another hit. That wasn't the clearance they were looking for, but they remained focused. ഇതാണ് ഈ കളിയുടെ വെല്ലുവിളി. ധൈര്യത്തോടെ നടത്തിയ ശ്രമം ലക്ഷ്യത്തിൽ നിന്ന് വളരെ ചെറുതായി മാത്രം വിട്ടുപോയി, പക്ഷേ വേഗതയും നിയന്ത്രണവും മികച്ചതായിരുന്നു. Let's see, that is the courage. Oh great, they're regrouping, coming up for the second turn. They did it. What an amazing show put up. Next is fire jumping. കുതിരയുടെ ധൈര്യവും റൈഡറിന്റെ നിയന്ത്രണ ശേഷിയും തെളിയിക്കുന്ന സാഹസിക കായിക ഇനമാണ് ഫയർ ജമ്പിംഗ്. As we prepare for the fire jump, let us remember what makes this moment truly special. This is the result of their hard work, their determination, and definitely the guidance they received through NCC. There is something remarkable about watching the rider and the horse enter the arena together. The communication begins even before the obstacle. They're getting ready with the fire. Yes, the fire is lit. The jump is ready, and the rider and the horse are waiting to showcase the mesmerizing event in front of you all. Here comes the cadets. Cadet Abhiram on Tarzan, Corporal Anvia on Prithvi, Cadet Nivedita on Aman, Cadet Gayatri on Victor, Cadet Kashinath on Arjun. What a wonderful show! With that, ladies and gentlemen, we reach the grand finale of this breathtaking horse show by One Kerala Remount Veterinary Squadron NCC. Etra manoharamaya, etra dhairyapurnamaya pragadnam. From the proud standing salute to the roaring fire jumps, our cadets have shown unmatched courage, bravery, and skill. A big heartfelt thank you to our fearless cadets, our ever supportive staff, and the authorities who stood with us every step of the way to make this program a grand success. Ellavarum kudi oru velli kaidi kodukam for the heroes of today, One Kerala RNV Squadron NCC. Once again, congratulations, well done, and Jai Hind. അടുത്തതായി തിരുവനന്തപുരം ജില്ലയിലെ വിവിധ സ്കൂളുകളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന ദേശഭക്തി ഗാനങ്ങൾ. ഭാരതഭൂവിൽ വിടരും എന്ന് തുടങ്ങുന്ന മലയാള ഗാനം. അടിചേർന്നിടം
അടുത്തതായി എ മാത്തീരെ മോറോ മോത്തെ എന്ന് തുടങ്ങുന്ന ആസാമീസ് ഗാനം. ഇന്ന് ഇവിടെ അരങ്ങേറിയ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ ഇതോടെ സമാപിക്കുകയാണ്. പരിപാടികൾ നേരിൽ കാണുന്നതിനായി എത്തിച്ചേർന്ന എല്ലാവർക്കും കേരള സംസ്ഥാന സർക്കാരിൻ്റെ നന്ദി.